പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ചാ സ്ഥാപനം 70 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി. കണ്ണമാലി ചെറിയകടുവ നിവാസികൾക്ക് കൈത്താങ്ങായി എരുമല്ലൂർ സെന്റ് ജൂഡ് ഇടവക. കാലവർഷത്തിനു മുമ്പ് തീരജനതയുടെ സുരക്ഷയ്ക്കായി നടപടികൾ ആരംഭിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം അവഗണിച്ച ഭരണകൂടവും പകയോടെ കരയിലേക്ക് പാഞ്ഞുവരുന്ന കടലും കണ്ണമാലി ചെറിയകടവ് കാട്ടിപ്പറമ്പ് പ്രദേശത്തെ ജനങ്ങളെ തെരുവിലാക്കിയിരിക്കുകയാണ്. നൂറുകണക്കിന് വീടുകളിൽ കടൽവെള്ളം നിറഞ്ഞു. നിരവധി വീടുകൾ കടലെടുത്തു. ആയിരക്കണക്കിന് ആളുകൾ വീടും വിലപ്പെട്ടവയും ഉപേക്ഷിച്ച് തെരുവിൽ ഭരണകൂടത്തോട് സമരത്തിലാണ്. പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കേണ്ട ഭരണകൂടം അന്ധത നടിക്കുകയാണ്. ഭക്ഷണം പാചകം ചെയ്യാനാവാതെ, കുളിക്കാനോ കുടിക്കാനോ ശുദ്ധജലം ലഭ്യമാകാതെ, പ്രഭാതകൃത്യങ്ങൾ പോലും ചെയ്യാൻ സൗകര്യമില്ലാതെ മനുഷ്യർ വേദനിക്കുന്ന കാഴ്ചയാണ് ചെല്ലാനത്തുള്ളത്. ജീവിക്കാനുള്ള അവകാശത്തിനായി പോരാടുന്നവർക്ക് എരമല്ലൂർ സെന്റ് ജൂഡ് ഇടവക ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇടവകയുടെ കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ദുരിതമനുഭവിക്കുന്ന കണ്ണമാലി ചെറിയകടവ് കാട്ടിപ്പറമ്പ് നിവാസികൾക്ക് ഭക്ഷണവും വെള്ളവുമായി എത്തി. ഇടവക വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് കുരിശിങ്കൽ, ചെറിയകടവ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ പഴച്ചിക്കലിന് ഭക്ഷണവും കുടിവെള്ളവും കൈമാറി. കേരളം പ്രസിഡന്റ് ജോയി കൊല്ലംപറമ്പിൽ, സെക്രട്ടറി ജോണി പാലപ്പറമ്പിൽ, ട്രഷറർ മിനി സജി, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി സോണി പവലിൽ, സെൻട്രൽ കമ്മിറ്റി കൺവീനർ CP മൈക്കിൾ, കൈക്കാരൻ ജോസഫ് കട്ടിക്കാട്ട, കേരളം ഭാരവാഹികളായ തോമസ് കുട്ടി, അൽഫോൻസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണമാലി.